മസ്ജിദിന്റെ പരിപാലനം ചെയ്യേണ്ടത് ഇല്ലൽ മുത്തഖൂൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളായിരിക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുകയല്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. നന്മ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. എന്നാൽ ഒരു മസ്ജിദിന്റെ കമ്മിറ്റി രൂപീകരിക്കപ്പെടുമ്പോൾ ആ മസ്ജിദിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് വരുമ്പോൾ നിങ്ങൾ പലിശ ഇടപാടുകളോ പലിശയുമായി ബന്ധപ്പെടുന്ന ജോലികളോ ചെയ്യുന്നവരാകരുത്, വഞ്ചന നടത്തുന്നവരാകരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിധം സമ്പാദിച്ചവരാകരുത്. അതാണോ അല്ലയോ എന്ന് അവനവന് മാത്രമേ അറിയൂ. അത്തരക്കാർ സ്വമേധയാ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മാറി നിൽക്കുകയും സജ്ജനങ്ങളും സാത്വികരുമായ നല്ല മനുഷ്യരാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത്. അവരാണ് മഹല്ല് കമ്മിറ്റികളായി വരേണ്ടത്, അവരാണ് മസ്ജിദിന്റെ കമ്മിറ്റികളിൽ വരേണ്ടത്. അല്ലാത്തവരെ പുറത്താക്കുകയോ നിങ്ങൾ വേണ്ടെന്ന് ജനങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ വിഷമം വരും. പക്ഷേ അതറിയുന്ന ആളുകൾക്കറിയാമല്ലോ എന്നെ ഈ പണിക്ക് പറ്റില്ല എന്ന്. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ് പടച്ചവന്റെ ആളുകൾ. അവരാണ് മസ്ജിദുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അത് സ്വമേധയാ മനസ്സിലാക്കി മാറി നിൽക്കണം. കാരണം ഇത് മലിനപ്പെടാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഒരു ഇബാദത്തിന്റെ ഇടമാണ്. അള്ളാഹു പരസ്യമായി ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയങ്ങൾ ചെയ്യുകയും ആ അമലുകൾ കാശ് കിട്ടുന്നതാണ്, ശമ്പളമുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ജോലികൾ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾ, അത്തരം സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ, ആരെങ്കിലും വഞ്ചിച്ച് സമ്പാദ്യമുണ്ടാക്കിയ ആളുകൾ അള്ളാഹുവിൻ്റെ മസ്ജിദുകളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരരുതേ. നിങ്ങളായിട്ടത് ശ്രദ്ധിച്ചാൽ മതി. തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ആരെങ്കിലും തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റ് ചെയ്യാത്ത പോലെയാണ്. മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നിർത്തിയതാണ്, നന്നായതാണ്, തൗബ ചെയ്തതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അത്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ മസ്ജിദിൻ്റെ കമ്മിറ്റികളിലേക്ക് വരാതിരിക്കണം. അതാണ് വേണ്ടത്.